ഒന്നാം ഗൾഫ് യുദ്ധം എന്ന് പറയുന്ന ഇറാഖിന്റെ കുവൈറ്റിന്റെ യുദ്ധം നടക്കുമ്പോൾ അവിടെ നമ്മൾ കണ്ടതുപോലെയുള്ള ഒരു കാഴ്ച ഒരുപക്ഷെ നമുക്ക് മുമ്പിലേക്ക് സംജാതമാവുകയാണ്. മലയാളികളെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തിനെ സംബന്ധിച്ചിടത്തോളം ആഡംബര ജീവിതത്തിന് അറുതി വരുത്തേണ്ട സമയമായി എന്നുള്ള അറിയിപ്പ് കൂടിയാണ്. ഒരു വിവാഹത്തിന്റെ ചടങ്ങിലേക്ക് പോകാൻ ഓരോ വിവാഹത്തിനും 5000-ന്റെയും 10,000-ന്റെയും സാരി വാങ്ങിക്കൊടുത്താലല്ലാതെ പോകാത്ത നമ്മുടെ സഹോദരിമാർക്ക് 50ന്റെ തുണി കൊടുത്തുകൊണ്ട് പോകേണ്ടി വരുന്ന ഒരു കാലം വിദൂരമല്ല എന്ന ഓർമ്മയിലേക്കാണ് നമ്മളെ കൊണ്ടുപോകുന്നത്. ഒരു നേരത്തെ മട്ടൻ ബിരിയാണി കഴിഞ്ഞ് വീണ്ടും അതുപോലെ കഴിക്കാൻ വേണ്ടിയിട്ട് 5 സ്റ്റാർ ഹോട്ടലുകൾ തിരക്കി പോകുന്ന നമ്മുടെ സമുദായത്തിന്റെ എല്ലാ ആഡംബരങ്ങൾക്കും പരിധി വെക്കേണ്ട സമയമായിരുന്നു. ഒരു വിവാഹത്തിന്റെ 10 വിവാഹത്തിന്റെ സമ്പത്ത് ചിലവഴിക്കുന്നു. ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി 10 ആളുടെ ഭക്ഷണത്തിന്റെ സമ്പത്ത് ചിലവഴിക്കുന്ന, പരിധി വിട്ടുകൊണ്ട് കൊട്ടാര സദൃശ്യമായ ഭവനങ്ങൾ നിർമ്മിച്ചുകൊണ്ട് ആഡംബരം കാണിക്കുന്ന നമുക്ക് ആ ആഡംബരത്തിന്റെ ശക്തി വരുന്ന സമ്പത്തിന്റെ വരവ് നിലയ്ക്കുവാൻ ഇനി അധികകാലം താമസമുണ്ടാകില്ല എന്നുള്ള അവസാനത്തെ അറിയിപ്പാണ്. ഉള്ള സമ്പത്ത് സൂക്ഷ്മതയോടെ വിനിയോഗിക്കുവാൻ നമ്മെ പരിശീലിപ്പിക്കേണ്ട നാളുകളാണ് ഇനിയുള്ളത്. ഉള്ളത് വെച്ച് വിനിയോഗിക്കണം. ഇന്നലകളിൽ ജീവിച്ചു പോയ ഒരു തലമുറയുടെ പിന്മുറക്കാരാണ് നമ്മൾ. ഇന്നലകളിൽ എന്റെ മുമ്പിലുള്ള പ്രായം ചെന്ന ഉമ്മമാരുടെ കുഞ്ഞുകാലത്തിലേക്ക് തിരിച്ചു പോയാൽ 3 നേരം ഭക്ഷണം കഴിച്ചിരുന്ന വീടുകൾ 10% അല്ലെങ്കിൽ 20% ഓരോ നാടുകളിലും ഉള്ളത്. ഭൂരിപക്ഷം വരുന്ന ആളുകളും ഒരു ദിവസത്തിൽ 1 നേരം അന്നം കഴിച്ച ആളുകളാണ്. ചക്കയും ചീരിയും ചേനയും കൊണ്ട് ജീവിച്ച മനുഷ്യരാണ് നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നതിൽ ഭൂരിപക്ഷവും. അത് കഴിഞ്ഞു ഒരു 35 അല്ലെങ്കിൽ 40 കൊല്ലമാണ് അറബി പണത്തിന്റെയും ബർമയുടെ പണവും വന്നതിന് ശേഷമാണ് മലയാളക്കര സാമ്പത്തികമായ അഭിവൃദ്ധി നേടിയത്. അതിനുശേഷമാണ് ആഡംബരത്തിന്റെ ജീവിതത്തിലേക്ക് നമ്മൾ പോയത്. മതിമറന്നുകൊണ്ടുള്ള ആഡംബരത്തിലേക്ക് നമ്മൾ പോയ ആ ജീവിതം വീണ്ടും ഒരു മടങ്ങിപ്പോക്കിന്റെ അറിയിപ്പിലേക്കാണ് നമ്മൾ എത്തുന്നത് എങ്കിൽ